മെഡിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കണ്ണടച്ചിരിക്കുമ്പോഴേക്കും നമ്മളെ മൈൻഡിൽ ഇങ്ങനെ പല തോട്ട്സ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് അത് കോൺസെൻട്രേറ്റ് ചെയ്യാനോ നമുക്ക് അതിൽ ശ്രദ്ധിക്കാനോ കോൺഷ്യസ് ആവാനോ ഒന്നിനും നമുക്ക് പറ്റുന്നില്ല. നമ്മളിങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്ന തരത്തിൽ നമ്മൾ ചിന്തകൾ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുകയാണെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഭയങ്കര പ്രശ്നം വരികയാണ്, ക്ലാരിറ്റി ഇല്ല, നമുക്ക് എങ്ങോട്ടും അങ്ങ് കറക്റ്റായിട്ട് എത്താൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ ഓരോ തരത്തിലുള്ള, ഞാൻ ഒരു കാര്യമാണ് പറഞ്ഞു തരുന്നത്, അതിനൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ പല ടെക്നിക്ക് ഉണ്ട്. അതിൽ എല്ലാവർക്കും എല്ലാം വർക്ക് ആയിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ നമുക്ക് വർക്കാവുന്നത് ഇതായിരിക്കും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവം അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ഒരു എനർജി ഉണ്ടാവില്ലേ, അതെന്താ, ചിലപ്പോൾ ഈശോ ആവാം, അല്ലെങ്കിൽ എന്താ കൃഷ്ണനാവാം, നമുക്ക് ഏതും ആയിക്കോട്ടെ. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ദൈവവിശ്വാസമേ ഇല്ല, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു ലൈറ്റ്, ഒരു യൂണിവേഴ്സൽ എനർജി, ഇങ്ങനെ എന്തെങ്കിലും ഒന്നുണ്ടാവുമല്ലോ, അതുമായിട്ട് നമ്മൾ ഡീപ്പ് കണക്ഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ അയ്യോ എൻ്റെ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ ഇല്ല ദൈവം, ഞാനിപ്പോൾ കാണുന്ന ഒരു ദൈവം അല്ലെങ്കിൽ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, ആ ഒരു ഡിവൈൻ എനർജീനെ നമ്മൾ വിചാരിക്കുക എന്താ നമ്മൾ പുറമേ ഉള്ള ഒരു എനർജീനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് വിചാരിക്കും. പക്ഷെ നമ്മൾ കണ്ണടച്ച് കുറച്ച് നേരം നമ്മൾ ഇരുന്ന് നമ്മൾ ആ എനർജി ആയിട്ട് ദൈവം എന്നെ സഹായിക്കണേ, എനിക്ക് വേറെ ആരും ഹെൽപ്പിനില്ല, എനിക്ക് എൻ്റെ പ്രശ്നത്തിനുള്ള പരിഹാരം കണ്ടെത്തി തരണേ, എനിക്ക് ഒരു ക്ലാരിറ്റി ഇല്ല, ദൈവം എന്ന് പറയുന്ന സത്യമാണെങ്കിൽ എനിക്ക് എന്നെ കാണിച്ചു തരണേ, എൻ്റെ ഉള്ളിലേക്ക് വരണേ. അത് നമ്മൾ അത്ര ഇൻഡെപ്ത് നമ്മൾ ആ ഒരു ട്രൂത്തിലേക്ക് അറിയാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുക, ആ എനർജി ആയിട്ട് കണക്ട് ആവാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. റിയാലിറ്റിയിൽ നമ്മളെ റിഫ്ലക്ഷൻ തന്നെയാണ് മായ എന്ന് പറയുമ്പോൾ, മായ എന്നൊക്കെ നമ്മൾ പറയില്ല, എല്ലാം മായാണെന്നൊക്കെ പറയുന്ന പോലെ തന്നെ നമ്മൾ ആ കണക്ഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ പുറമേ ഉള്ള ഒരു എനർജീനേക്കാൾ ഉപരി നമ്മൾ ഉള്ളിലുള്ള എനർജീനെ നമ്മൾ കണ്ടെത്തി അതുമായിട്ട് കണക്ട് ആവാനാണ് ശരിക്കും ശ്രമിക്കുന്നത്. നമ്മൾ വിചാരിക്കും ഒരു പുറമേ ഉള്ളൊരു സംഭവമാണ്, പക്ഷെ അല്ല. നമ്മൾ ആ ഒരു ഇത്രയോ സമയം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ ആ ട്രൂത്തിലേക്ക് അയ്യോ എന്നെ ഹെൽപ്പ് ചെയ്യണേ, എനിക്ക് ഹെൽപ്പ് ചെയ്യണേ, ആ കണക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ സോൾവ് ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. ആ കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾ ചിലപ്പോൾ ഒരു ദിവസം, ചിലപ്പോൾ 2 ദിവസം, ചിലപ്പോൾ ഒരാഴ്ച, ചിലപ്പോൾ ഒരു മാസം, പക്ഷെ അത് ശ്രമിക്കാൻ റെഡിയാണ്. എൻ്റെ ജീവിതം മാറ്റി തന്നാൽ മാത്രം മതി എന്നുള്ള രീതിയിൽ നിങ്ങൾ ആ എനർജി ആയിട്ട് കണക്ട് ആവാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ അതിൽ സ്റ്റാർട്ടിങ് നിങ്ങൾ ചെയ്യേണ്ടത് കണ്ണടച്ച് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു 5 മിനിറ്റ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കുന്നതിനൊക്കെ മുമ്പ് നമ്മൾ ദൈവസങ്കല്പത്തിന് പ്രാർത്ഥിക്കില്ല, ദൈവമേ ഗുരുവേ നമ്മ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ നമസ്കാരം പറയുക അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു നമുക്കൊരു രൂപം ഉണ്ടാവുമല്ലോ, നമ്മൾ സങ്കല്പിച്ച് വെച്ചിട്ടുള്ള ഇമാജിനേഷൻ, ആ ഒരു ഇമേജ് ഇല്ലേ, ആ ഇമേജ് നമ്മൾ ഇവിടെ ഇങ്ങനെ നമ്മൾ കാണാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അത് ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ കഴിയുമ്പോൾ തന്നെ നമ്മളെ മൈൻഡ് ക്ലാരിറ്റി ആയി. അതൊരു 5 മിനിറ്റ് നമുക്ക് ആ ഒരു സങ്കല്പത്തിലേക്ക്, ആ ഒരു എനർജിയിലേക്ക്, ആ 5 മിനിറ്റ് നമുക്ക് ഈ സങ്കല്പത്തിലേക്ക് നമുക്ക് ഡീപ്പായിട്ട് കണക്ട് ആവാൻ കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ആ ഒരു സങ്കല്പം ക്ലിയർ ആയിട്ട് ക്ലാരിറ്റിയിൽ നമ്മൾ മുന്നിൽ വന്നാൽ തന്നെ മതി. നമുക്ക് ആ 5 മിനിറ്റ് മതി, നമ്മൾ ആ ഒരു ദിവസത്തേക്കുള്ള ഫ്യൂവലായി, നമുക്ക് അത്ര എനർജി നമ്മളിലേക്ക് നമുക്ക് വരും.